അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ലെറ്റർ ചലഞ്ചാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ ഇന്നിപ്പോൾ പാ വെച്ചിട്ടാണെങ്കിൽ പാ വെച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. എല്ലാവരും യൂട്യൂബിൽ കാണുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ കൂടെ ഇന്ന് ചലഞ്ചിന് ലേയും മേഘയും ഉണ്ട്. അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ രണ്ടാളും എന്നോട് ചോദിച്ചോ, ഏതാ ലെറ്റർ എന്ന് പറയണേ. സൗണ്ട് വർത്തനം പറയണേ. മഴ പുറത്തില്ലതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും. ഒച്ചത്തിൽ സംസാരിച്ചോ. ലെറ്റർ പേര് കാവ്യ. സാധനം 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 കടു. കടുവല്ല കടുക്. കടുക്. രാവിലെ നീച്ചന കുറച്ച് വൈദ്യന്. ഒരു മരത്തിന്റെ പേര് കാഞ്ഞിരം. കാഞ്ഞിരം ഇഷ്ടപ്പെടാൻ കാരണം കയ്പില്ലതുകൊണ്ട്. എത്ര ക്ലാസ് പഠിച്ചു? കാവ്യ ഔട്ടായിരിക്കുന്നു. നെക്സ്റ്റ് മണി. ഓക്കെ എന്ന ലെറ്റർ പാ. ഇഷ്ടപ്പെട്ട സിനിമ പാപ്പിയപ്പച്ച. ഇഷ്ടപ്പെട്ട നാടൻ പപ്പു. 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 ഇഷ്ടപ്പെട്ട നടി പപ്പി. ഇഷ്ടപ്പെട്ട സീരിയൽ പരസ്പരം. ഇഷ്ടപ്പെട്ട സ്ഥലം പാലക്കാട്. ഇഷ്ടപ്പെട്ട വ്യക്തി പപ്പ. ഇഷ്ടപ്പെട്ട ഫുഡ് പപ്പടം. എന്നെ ചോദിക്കണേ. ഇഷ്ടപ്പെട്ടത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് മാറ്റണം. ഇഷ്ടപ്പെടാത്ത ലാസ്റ്റ് പോയ സ്ഥലം പുറകില്. അടുത്ത ക്വസ്റ്റ്യൻ മുന്നിനോട്. ഏറ്റവും പ്രിയപ്പെട്ടതുണ്ട്. പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ടതായിട്ടൊന്നുമില്ല. 5 സെക്കൻഡ് കഴിഞ്ഞു. പ്രിയപ്പെട്ടത് എന്താ ചോദിച്ചത്? അറിയില്ല. തോറ്റു. അപ്പൊ അടുത്തത് മേഘനോട്. അപ്പം മേഘത്തിൽ ലെറ്റർ ച. രാവിലെ എന്താ കഴിച്ചേ? ചപ്പാത്തി. ചപ്പാത്തിക്ക് കറി ചട്ടുകം. ചപ്പാത്തി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചട്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചട്ടുകം ഒരു കറിയല്ല. ഔട്ടായിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ ഔട്ടായിരിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് ഞാനാണ്. അപ്പൊ വിജയ ഇത് ശരിയില്ല. നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ഞാൻ തോറ്റില്ലേ? ഒന്നും കൂടെ ജസ്റ്റ് ഒന്നുകൂടെ ചോദിക്കാം. അങ്ങനെ ഇതൊന്നും വീഡിയോയിൽ ഇടാൻ പാടില്ല. അതെല്ലിടും. ക്വസ്റ്റ്യൻ ശരിക്കും ഔട്ടായി. എന്നാലും സമാധാനത്തിന് ഇതൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ചാണക്യതന്ത്രത്തിന്റെ നടൻ ചാരു. ചാരുവോ? എനിക്ക് കറക്റ്റ് ആൻസർ വേണം. അങ്ങനെ വേണ്ട. അതായത് നടൻ ചാരുകുമാർ. എന്താ ചാരു എന്ന് പറഞ്ഞ നടനുണ്ടാ? അല്ല നടനുണ്ടാവില്ലേ? ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് 1 2 3 4 5 കഴിഞ്ഞു. അങ്ങനെ ഇവളും തോറ്റു, ഞാൻ ജയിച്ചു. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.